നമസ്കാരം, പത്രവാർത്താസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ള ആതിര, ഞാൻ അരുൺ. നമുക്ക് പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വാർത്തകളിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാ പത്രങ്ങളിലും പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളും വിദ്യാർത്ഥി സമരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് എല്ലാ പത്രങ്ങളിലെയും തലക്കെട്ടിൽ വന്നേക്കുന്നത്. ഇതിൽ മാതൃഭൂമി പറഞ്ഞേക്കുന്നത് ഇന്ത്യ ഒന്നിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ത്യ എങ്ങനെ ഒന്നിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് ഇപ്പോഴും അറിയില്ല. കാരണം എല്ലാ പാർട്ടികളും ഒരുമിച്ച് BJPക്ക് എതിരെ നിന്നത് കാരണം ആ ഇന്ത്യ ഒരുമിച്ചത് എന്ന് അവരുദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. മോദി മിണ്ടി തുടങ്ങി, മാറ്റം തുടങ്ങി എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ സമരം വിജയം കണ്ടു തുടങ്ങി എന്നൊക്കെ ഇവർ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ എന്നാലും എല്ലാവരുടെയും ആവശ്യം രാജി വേണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ രാജി ഇല്ലാതെ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് എല്ലാ പാർട്ടിക്കാരും എല്ലാവരും ഒരുമിച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും പോലീസിന്റെ നടപടി അല്പം കടന്നുപോയി എന്ന് വേണം തന്നെ വരുന്നത്. കാരണം നിരപരാധികളായ ഒരുപാട് വിദ്യാർത്ഥികളെ വട്ടം കൂടിയിട്ട് തല്ലുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയുണ്ടായി. പക്ഷേ എന്നിരുന്നാലും സമരങ്ങളാണ് ഇവിടെ, സമാധാനപരമായി നടന്ന സമരങ്ങളാണ് ഇവിടെ എല്ലാത്തിലും വിജയം കണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈ ആയിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്, സമരത്തെക്കുറിച്ച്? പോലീസ് വിദ്യാർത്ഥികളെ തല്ലിയെന്ന് പറയുന്നുണ്ടല്ലോ, തിരിച്ച് വിദ്യാർത്ഥികളും പോലീസിനെ തല്ലുന്നുണ്ടല്ലോ. അതിൽ അവർ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ അത്രയും പദവിയിലിരിക്കുന്ന പോലീസുകാരെയാണ് ഒരു KSU പ്രവർത്തകൻ കാരണത്തടിച്ചത്. അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല. സമരം ഇപ്പൊ ശാന്തമായിട്ട് കൊണ്ടുപോകാം. എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം നടക്കുന്നത്? പ്രകോപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ, ഇപ്പോൾ അയാളെ ചിലപ്പോൾ തല്ലി കാണും, ചിലപ്പോൾ അയാളെ ചിലപ്പം അടിച്ചു കാണും, വെറുതെ പോയ ഒരാളെ ചിലപ്പോൾ അടിച്ചു കാണും. അതിന്റെ പ്രകോപനമായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ഇമോഷണൽ വരാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ ഒരു ഇപ്പോൾ ഇത് തന്നെ കണ്ടോ, ന്യൂഡൽഹിയിൽ പരിക്കേറ്റ യുവതി വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് നേരെ വരെ അവിടെ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരങ്ങളൊക്കെ കാണട്ടെ. പോലീസ് നടപടി ദയാരഹിതമെന്ന് മുരളി മനോഹർ ജോഷി, മുതിർന്ന BJP നേതാവാണ് അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ചുള്ള വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിൽ BJPയിലും ഭിന്നസ്വരം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വിദ്യാർത്ഥികളെ അനുകൂലിച്ച് മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മുരളി മനോഹർ ജോഷി വന്നത് പാർട്ടിക്ക് തന്നെ ഭീഷണിയായെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ പാർട്ടിയിൽ തന്നെ ഭിന്നസ്വരം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും മന്ത്രിയുടെ രാജി തന്നെയാണ് എല്ലാവരെയും ആവശ്യം എന്നുള്ള സ്ഥിതിക്ക് ഇതിലൊരു ചർച്ച മിക്കവാറും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്, അല്ലേ? പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം മാത്രമേ അവർ ചർച്ചയ്ക്ക് ഇരിക്കത്തുള്ളൂ. ആ ഒരു വാശിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇത് രാജിയിൽ എനിക്ക് തോന്നുന്നില്ല രാജി അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരുപാട് ആളുകൾ ഈ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അവരൊന്നും ഇതിനു മുമ്പ് രാജിവെച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വാർത്തകൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അല്ലേ? അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. PS പ്രശാന്ത്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം അറസ്റ്റിലായിട്ടുണ്ട്. അതുതന്നെയാണ് എല്ലാ പത്രങ്ങളിലുമുള്ള വാർത്ത. എന്തായാലും മുൻ ദേവസ്വം ബോർഡ് അംഗം അജികുമാറും അറസ്റ്റിലായിട്ടുള്ള ഒരു വാർത്തയാണ്. സ്വർണ്ണക്കൊള്ളക്ക് നടന്ന കാലത്തുള്ളവരെ പോലും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടില്ല. അവരെയെല്ലാം വിളിച്ചു വരുത്തിയായിരുന്നു അറസ്റ്റ്. എന്നെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം ഏവർക്കും മനസ്സിലാകും. പിടികെട്ടാ പുള്ളിയൊന്നുമല്ലല്ലോ, അതിനു പിന്നിൽ ഉറപ്പായും ഗൂഢാലോചനയുണ്ടെന്നാണ് പ്രശാന്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഭക്ഷണം പോലും കഴിക്കാനായിട്ട് അദ്ദേഹത്തെ സമ്മതിച്ചില്ല, അദ്ദേഹത്തെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് നീക്കങ്ങൾ നടക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇരുന്ന സമയത്താണ് ഈ കൊള്ളയൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കൂടി അതിന് ഉത്തരവാദിയാണ്, അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം അതിന് ഉത്തരവാദിയാണ്. അപ്പോൾ അതിനൊരു മറുപടി അദ്ദേഹം എന്ത് ചെയ്യണം, കൊടുക്കേണ്ടി വരും. കേരള കൗമുദിയിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങളും ചേർന്ന് ദ്വാരപാലക ശില്പത്തിലെ പാളികൾ ഇളക്കിക്കൊണ്ടുപോയി നടത്തിയ സ്വർണ്ണാഭരണം മറയ്ക്കാനാണ് പ്രശാന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നത്. അപ്പോൾ ഒന്നാലോചിച്ചു, അദ്ദേഹം തന്നെയാണ് അത് ഒപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് ഇപ്പോൾ അറിയില്ല, അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായ ധാരണയില്ല എന്നൊക്കെ പറയാൻ അതെന്തൊരു വിരോധാഭാസമാണ്. ഒന്നാലോചിച്ച് നോക്കൂ. അത്രയും വലിയ ശബരിമല എന്ന് പറയുന്ന അത്രയും വലിയൊരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു പ്രധാന ക്ഷേത്രത്തിൽ നിരവധി സൗത്ത് ഇന്ത്യയിലെ തന്നെ അല്ല, നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ട് അതെനിക്ക് അറിയില്ല എന്ന് പറയുന്നത് എന്തൊരു തെറ്റായ ഒരു കാര്യമാണ്. അതാണ് ഇപ്പോൾ അറസ്റ്റ് തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവർ പറയുന്ന മൊഴിയിലും തന്നെ വൈരുദ്ധ്യമുണ്ട്.
അപ്പോൾ എന്തായാലും അതിൻ്റെ നിജസ്ഥിതി പുറത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ വിഷമകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് സമസ്ത ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. അതൊരു നമുക്ക് ഏവർക്കും ദുഃഖം തരുന്ന ഒരു കാര്യമാണ്. സമസ്ത കേരള ജമാഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനുമായ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് വൈസ് പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സുന്നി മഹല് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാനായിരുന്നു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുൻ വൈസ് ചെയർമാനായിരുന്നു. പട്ടിക്കാട് ജമാഅത്തുള്ള ജമായ നൂരിയ അറബിയ പ്രിൻസിപ്പൽ എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള ഈ സമുദായത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹമാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഖബറടക്കം ഇന്ന് 10 മണിക്ക് നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അടുത്തൊരു വാർത്തയിലേക്ക് പോകാം. അതുപോലെ തന്നെ അജിത് കുമാറിന് സസ്പെൻഷൻ എന്നുള്ളൊരു വാർത്ത എല്ലാ പേജിലും, അതായത് രക്ഷകന് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടാണ് ദീപിക കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മനോരമ കൊടുത്തിരിക്കുന്നത് അജിത് കുമാറിന് സസ്പെൻഷൻ എന്നാണ്. കേരള കൗമുദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരള കൗമുദിയിലെ പുറത്തെന്ന് പറയുന്ന ഒരു വലിയ ഹെഡിങ്ങിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറി, അജിത് കുമാറിന് സസ്പെൻഷൻ, വിളിച്ചു വരുത്തി തിരുത്തി. ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം അഗ്നിരക്ഷാ മേധാവി നിതിൻ അഗർവാൾ 31 വിരമിക്കുമ്പോൾ അജിത് കുമാറിനെ DGP റാങ്കിൽ ലഭിക്കുമായിരുന്നു. പക്ഷേ സസ്പെൻഷൻ വന്നതോടെ സ്ഥാനക്കയറ്റം ഇല്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തെ നിയമിക്കുന്നത് എന്നാണ് എല്ലാവരും നോക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്തൊരു വാർത്തയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്ഗോയിൽ വിസ്മയം തീർത്തു ഇന്ത്യ എന്നുള്ള ഒരു വാർത്തയാണ്. സന്തോഷകരമായ വാർത്തയാണ്. ഇന്ത്യ ആദ്യ മെഡൽ എന്തായാലും ഗ്ലാസ്ഗോയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായിട്ട് ഉള്ള വർണ്ണാഭമായ ചടങ്ങൊക്കെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ. അപ്പോൾ അതിൽ ഏകദേശം മെഡലുകളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം ഉദ്ഘാടന ചടങ്ങ് നടക്കും മുമ്പേ ഒളിമ്പിക് മെഡൽ ജേതാവായ ലക്വിന ബോറിലൂടെ ഇന്ത്യ ആദ്യ മെഡൽ ഉറപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. എന്തായാലും സന്തോഷകരമായ വാർത്ത. ഇന്ത്യ ഉടനീളം ഈ ഇതിൽ മെഡലുകൾ വാരിക്കൂട്ടി 1ാം സ്ഥാനത്തേക്ക് എത്തട്ടെ എന്നാണ് നമ്മൾ ഏവരും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്തൊരു സങ്കടകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഏവരും ഇപ്പോൾ ഈ ഡൽഹിയിലും അതുപോലെ തന്നെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഇന്ത്യ മറന്നു പോകാത്ത അല്ലെങ്കിൽ ഈ കേരളം വിസ്മരിക്കാൻ പറ്റില്ലാത്ത ഒരു സങ്കടകരമായ വാർത്ത കൂടി വരുന്നുണ്ട്. സിക്കിം ദുരന്തം. അതിൽ മലയാളി ഉൾപ്പെടെ ഏകദേശം 25 പേര് ദുരന്തത്തിലുണ്ടായിരുന്ന 25 പേരോളം മരിച്ചു എന്നുള്ളൊരു സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. സിക്കിമിൽ NSPCയുടെ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കോട്ടയം മണർകാട് സ്വദേശി അനീഷ് മോഹൻ ഉൾപ്പെടെ 25 ജീവനക്കാരും മരിച്ചു എന്നുള്ളൊരു സങ്കടകരമായ വാർത്തയാണ്. അത് വളരെയധികം ദുഃഖം തരുന്നൊരു വാർത്തയാണ്. ഇപ്പം തുരങ്ക നിർമ്മാണം മിക്ക സ്ഥലത്തും തുരങ്ക നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ കേരളത്തിലും ഈ അടുത്തിടെ വലിയൊരു ദുരന്തമുണ്ടായി. അതിലും കുറേ അധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകളൊക്കെ എടുത്താൽ ഒരുപക്ഷെ ഇതുപോലെയുള്ള ദുഃഖകരമായ വാർത്തകൾ നമുക്ക് അല്ലേ കുറയ്ക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ മകളുടെ നൂലുകെട്ട് കഴിഞ്ഞ് തിരിച്ചു പോയതിനു ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നതെന്നാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പം അയാളുടെ ജീവൻ പോകുമ്പോൾ ആ കുടുംബം തന്നെയാണ് ചിലപ്പോൾ ശരിക്കും വഴിമുട്ടുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. എന്തായാലും കൂടുതൽ അപകടങ്ങളൊന്നും ഇനി നടക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നതെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ കാർഷിക കിണർ പരിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഈ തണ്ണീർത്തട കൃഷി പരിപാലനത്തിനായി നിർദ്ദേശിച്ച ആനുകൂല്യങ്ങളുണ്ട്. അത് സുസ്ഥിര തണ്ണീർത്തട കൃഷി പരിപാലനത്തിന്റെ ഭാഗമായി 700 പൊക്കാളി നെൽ ചെമ്മീൻ കർഷകർക്ക് ഇൻസെൻറ്റീവ് എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. അതുപോലെ തന്നെ പൊക്കാളി വിളവെടുപ്പ് ഉത്സവത്തിന് പ്രത്യേക സഹായം ഉൾപ്പെടെ 1300 ഹെക്ടർ നെൽകൃഷിക്ക് നെല്ല് കാർഷിക രീതികൾ സ്വീകരിക്കുന്നതിനുള്ള പ്രോത്സാഹനവും ഉണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് അതായത് പറ പമ്പിംഗ് സംവിധാനം മാറ്റി വെർട്ടിക്കൽ ആക്സൽ ഫ്ലോ പമ്പിംഗ് സെറ്റിലേക്ക് മാറൽ, അങ്ങനെ ഒരുപാട് ഈ കുട്ടനാട്ടിലെ കർഷകരെ സഹായിക്കുന്നതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോഴും
ഇതിനെ തടയിടാൻ അല്ലെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ അതിലേക്ക് പോയെടുത്ത ഒരു വാർത്തയാണെങ്കിൽ തന്നെ അല്ലെ അവിടെയൊക്കെ കക്കൂസ് മാലിന്യമാണ് കൊണ്ടു തരുന്നത്. അതായത് കുട്ടനാട് അപ്പർ കുട്ടനാടിൻ്റെ നെല്ലറയായിട്ടുള്ള വെച്ചൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഈ നെൽകൃഷി നടക്കുന്ന സ്ഥലത്തേക്കാണ് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ഇതുപോലെയുള്ള കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടു തള്ളുന്നത്. പക്ഷെ അങ്ങനെയുള്ള സ്ഥാനങ്ങൾ വരുമ്പോൾ ഇത് ആ നെൽകൃഷിയെ മാത്രമല്ല ബാധിക്കുന്നത്, അവിടെ ജോലിക്കിറങ്ങുന്ന അല്ല അവിടെ പണിക്കിറങ്ങുന്ന അനേകം ആയിരക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തിന് തന്നെയാണ് അത് ഭീഷണിയായി മാറുന്നത്. ഒരുപാട് ജലജന്യ രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കാനുള്ള, കാരണം നമുക്കറിയാം കക്കൂസ് മാലിന്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഈക്കോളി ബാക്ടീരിയയാണ്. അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകും. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊരു തടയിടാൻ വേണ്ടിയിട്ടുള്ളതാണ് CCTV ക്യാമറ സ്ഥാപിച്ചത്. പക്ഷേ ആ CCTV ക്യാമറയും നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ആ CCTV ക്യാമറയെ സംരക്ഷിക്കാൻ വേറെ ക്യാമറ വെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വെച്ചൂർ എന്ന് പറയുന്ന ഭാഗം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു തടയിടാനായിട്ടുള്ള എന്തെങ്കിലും നടപടി അല്ലേ അവർ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. അടുത്തൊരു വാർത്തയാണ് ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. VD സതീശൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രോഗികൾക്കുള്ള പെൻഷൻ 2000 രൂപയാക്കി. അതും ഇന്ന് തന്നെ ഒരു വാർത്തയാണ്. കാരണം പെൻഷനൊക്കെ മുടങ്ങുമ്പോൾ കുറെ പേര് ഇത് പ്രതീക്ഷിച്ച് മാത്രം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യസമയത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് തന്നെ കരുതുന്നത്. ഇപ്പോൾ അടുത്തൊരു വാർത്തയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിൽ പോകാൻ നിന്ന കുട്ടിയെ കാട്ടുപോത്ത് കുത്തിയെറിഞ്ഞെന്നുള്ള ഒരു വാർത്തയാണ്. കുട്ടി ഇപ്പോൾ ആശുപത്രിയിലാണ്, അക്രമത്തിൽ പരിക്കേറ്റ കുട്ടി ഇപ്പോൾ ആശുപത്രിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 20 മീറ്റർ ദൂരത്തേക്കാണ് തെറിച്ചു വീണത്. ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ആ കുട്ടിക്ക് ഏറ്റിരിക്കുന്നത്. മറയൂരാണ് സംഭവം നടന്നിരിക്കുന്നത്. സ്കൂളിൽ പോകാൻ വീടിന് സമീപം ഓട്ടോറിക്ഷ കാത്തു നിന്ന 8 വയസ്സുകാരനെ കാട്ടുപോത്ത് കൊമ്പിൽ തൂക്കിയെറിഞ്ഞു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിലാണ്. ഇന്നലെ രാവിലെയാണ് സംഭവം നടന്നത്. മറയൂർ ഭാഗത്ത് ഇപ്പം നമുക്കറിയാം ഈ വന്യജീവികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് കാട്ടുപോത്തായാലും ആനയായാലും അതുപോലെ തന്നെ പന്നിയായാലും എല്ലാം കൃഷിനാശം ഉൾപ്പെടെ ആളുകൾക്ക് ജീവന് ഭീഷണി ഉണ്ടാകുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സംസ്ഥാനത്ത് ഈ വന്യജീവി സംരക്ഷണ നിയമം ഉള്ളതുപോലെ തന്നെ മനുഷ്യന്റെ ജീവനും കൂടെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ സംവിധാനങ്ങൾ കുറച്ചധികം കാണാം. കാരണം കാട്ടുപോത്തുകളൊക്കെ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള രീതിയിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതിന് ഈ അനിമൽ റെസ്ക്യൂ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ, ഗുരുതരമായ പരിക്ക് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുമ്പോൾ അവരെയൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും മാതാപിതാക്കളൊക്കെ ഒന്ന് ചെന്ന് നിന്ന് അവർ വണ്ടി കയറ്റി സുരക്ഷിതരായി പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം കുട്ടികളാണ്, അവർക്കൊന്നും അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൊബൈലിൽ കളിച്ചിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണം, അല്ലെങ്കിൽ ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയില്ല. വലിയവരാണെങ്കിലും ഇപ്പോൾ ഇതുപോലെ ഒരു കാട്ടുപോത്ത കൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. പക്ഷേ എന്നിരുന്നാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇപ്പം മറയൂര് മൂന്നാർ സംസ്ഥാന പാത ഉപരോധിച്ച് നാട്ടുകാർ ഉപരോധിച്ചു. അപ്പോൾ ഇത് ഉപരോധിച്ച് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള മേഖലയിൽ കാട്ടുപോത്തുകൾ ജനവാസ മേഖലയിൽ പതിവായി എത്തുന്നത് പലതവണ പ്രദേശവാസികൾ വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വനംവകുപ്പിന്റെ ഒരു ഗുരുതരമായ പിഴവ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു കുട്ടിയുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലേക്കാണ് ആ കുട്ടിയെ കോർത്തിരുന്നത്. കാരണം കാട്ടുപോത്ത് നമുക്കറിയാം എത്രത്തോളം വലുപ്പമുള്ള ഒരു ജീവിയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ആക്രമണം ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനിയും വന്ന് ആളുകളെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേണ്ട നടപടികളൊക്കെ എടുക്കുക എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഈ കാട്ടുപോത്തിന്റെ വിഷയം തന്നെയല്ല, ഇപ്പം ഈ തെരുവുനായയുടെ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്തയായിരുന്നു, ഒരു 5 മാസം പ്രായമുള്ള കുഞ്ഞ് കിടപ്പിലാണ് അതിനെ ഉപദ്രവിച്ചത്, അതും വീടിനകത്ത് കയറിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇപ്പോൾ നമുക്ക് CCTV ഒരുപാട് വിഷ്വലുകൾ വരുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഒരു മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ വരെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ കുട്ടി ഓടി അകത്തേക്ക് കയറിയത് കാരണം മാത്രമാണ് കുട്ടി കളിച്ചുകൊണ്ടിരുന്ന ആ പാവയെ കടിച്ചുകൊണ്ട് തെരുവുനായ പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നായയുടെ വന്ധീകരണം ഉൾപ്പെടെയുള്ള ഈ പെറ്റുപെരുക്കുന്നത് തടയാനുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഇതിന് ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഇപ്പോഴും ഞാൻ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മിക്ക ദിവസങ്ങളിലും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നായകൾ വട്ടം ചാടാറ് മാത്രമല്ല നമ്മളെ നേരെ കുതച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒച്ച എടുത്തോ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വേണം ഇതിനെ ഓടിക്കാനായിട്ട്. പക്ഷേ ഒരുപാട് പേര് വണ്ടിയിൽ നിന്ന് വീഴുന്നുണ്ട്. ഇപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ തെരുവുനായയെ അതിനെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി, കൊല്ലണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഒരു ജീവൻ
ജീവനാണ്, അതിനെ കൊല്ലണമെന്നൊന്നും നമുക്ക് പറയാനുള്ള അധികാരമില്ല. എന്നിരുന്നാലും ആളുകളുടെ അല്ലെങ്കിൽ മറ്റൊരു ജീവികളുടെ ഇതിന് ഭീഷണി ഉണ്ടാകാത്ത രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കി ഇതിന് മാറണം. ഇപ്പോൾ വീടിൻ്റെ അടുത്താണെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു 3ഓളം തെരുവ് നായ്ക്കൾ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറേ അധികം നായകളെ കടിച്ചു, 2-3 പേരെ കടിച്ചു. അപ്പോഴാണ് മീൻസ് നായപിടുത്തക്കാരൊക്കെ ഒന്ന് ഉഷാറായി, പഞ്ചായത്തൊക്കെ ഒന്ന് ഉഷാറായിട്ട് അതിനെ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവിടെ കുറേ അധികം നായകൾ, അതായത് വീട്ടിൽ കെട്ടിയിട്ട് വളർത്തിക്കൊണ്ടിരുന്ന നായകൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഞാൻ ഇന്നലെയും കൂടി കണ്ടതാണ് അതിനെ പോയി കടിച്ചിട്ട് അതിൻ്റെ പല്ല് കൊണ്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പ്രത്യേകം അവരോട് പറഞ്ഞു, കാരണം നിങ്ങൾ ഗ്ലൗ ഒക്കെ ഇട്ടുകൊണ്ട് മാത്രമേ ഇതിനെ ചെയ്യാവുള്ളൂ. നമ്മുടെ റിലേറ്റീവാണ്, ഗ്ലൗ ഒക്കെ ഇട്ടുകൊണ്ട് മാത്രമേ ഇതിനെ പിടിക്കാവുള്ളൂ. കാരണം അതിൻ്റെ വെള്ളം വീണാൽ വരെ നമുക്ക് ദോഷകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇതിനൊരു ശാശ്വത പരിഹാരമൊക്കെ കാണുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കുമെന്നാണ് തോന്നുന്നത്. അതുപോലെ വേറൊരു വാർത്തയാണ്, ശബരിമല പുതിയ തന്ത്രിയെ തീരുമാനിക്കാൻ സമിതി. ശബരിമലയിലെ തന്ത്രിയായ കണ്ഠര് രാജീവരായിരുന്നല്ലോ, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രനെ ആക്കാനാണ് പറയുന്നത് അദ്ദേഹം. പക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ തന്ത്രികളുടെ ഇത് വർഷങ്ങളായിട്ട് തന്ത്രിമാര് ഇവര് തന്നെയാണ് ഇവരെ സ്വർണ്ണക്കൊള്ള കേസിൽ ആള് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അത് മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത്, മകനെ ആക്കാനാണ് പറയുന്നത്. തീർച്ചയായും. പക്ഷെ മകനെ ആക്കണം എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് വരുന്നത്. പക്ഷെ അത് മിക്കവാറും സമ്മതിക്കാൻ സാധ്യതയില്ല. അതൊക്കെ ഒരു ചർച്ചയിലൂടെ വേണം ഇത് നടത്താനായിട്ട്. കാരണം ശബരിമലയിലെ ആചാരങ്ങൾ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ശുദ്ധിയും വൃത്തിയും ഉള്ള ഒരു ആചാരങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ആചാര ലംഘനങ്ങളൊക്കെ നടത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല പരിഹാരം അതിനുവേണ്ടിയും കാണണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓപ്പറേഷൻ പാർപ്പിടം എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടത്തുകയുണ്ടായി. അതിൽ 45 ലക്ഷം രൂപ കൈക്കൂലി കേസ് വിജിലൻസ് കണ്ടെത്തി എന്നുള്ളൊരു വാർത്തയാണ്. 6 കോർപ്പറേഷനുകളിലും 30 നഗരസഭകളിലും 24 പഞ്ചായത്തുകളിലും മിന്നൽ പരിശോധനയാണ് നടത്തിയിട്ടുള്ളത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ 45 ലക്ഷം രൂപയുടെ അഴിമതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പാവപ്പെട്ടവർ വീട് വെക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ചെന്ന് കഴിയുമ്പോൾ അവരെ നടത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി, ആ പേപ്പർ ശരിയായില്ല, ഈ പേപ്പർ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് നടത്തിക്കൊണ്ട് ഓടിച്ചിട്ട് ഇത് നടത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവർ അവസാനം ചോദിച്ച് അവർ കൈക്കൂലി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ ഇന്നത്തെ കാര്യം നടക്കില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരായിരിക്കാം ചിലപ്പോൾ അത്താഴ പട്ടിണിക്കാരായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീട് വെക്കാനായിട്ട്, ഒരു വീടെന്ന സ്വപ്നം എല്ലാവരും ഒരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് ഇറങ്ങുന്നത്. നമ്മുടെ ലൈഫ് മിഷനിൽ നമുക്കറിയാം 4 ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് അനുവദിക്കുകയുള്ളൂ. ബാക്കി അവരെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന പൈസ അല്ലെങ്കിൽ അവരെ ഉള്ള സ്വർണ്ണമൊക്കെ വിറ്റിട്ടാണ് നമ്മൾ പാർപ്പിടമൊക്കെ പണിത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ പാർപ്പിടം പണിതുകൊണ്ട് വരുമ്പോൾ ആ സ്വപ്നത്തിന് വിലങ്ങുതടിയാകാനായിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ഒന്നും രണ്ടുമല്ല, ഏകദേശം 45 ലക്ഷം രൂപയെ കൈക്കൂലിയായിട്ട് ഇനത്തിൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 6 കോർപ്പറേഷനിലും 30 നഗരസഭകളിലും 24 പഞ്ചായത്തുകളിലും നടത്തിയ പരിശോധനയിൽ നിന്ന് തന്നെ 45 ലക്ഷം രൂപ കൈക്കൂലി ഇനത്തിൽ മേടിച്ചെങ്കിൽ കേരളം മൊത്തം ഒരു ഓപ്പറേഷൻ പാർപ്പിടം പദ്ധതി വരികയാണെങ്കിൽ എത്രത്തോളം രൂപയാണ് ഇവർ കൈക്കൂലിയായിട്ട് അനധികൃതമായിട്ട് മേടിച്ചിട്ടുണ്ടാകുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനൊരു തടയിടണം. കാരണം ഒരുപാട് ആളുകളുടെ സ്വപ്നത്തിന് വിലങ്ങുതടിയാകുന്ന ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരെ ഈ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റി വേറെ ഒരുപാട് പേര് ഇപ്പോൾ PSC എഴുതുന്നവരുണ്ട്. നല്ല ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. അടുത്ത വാർത്ത സ്ത്രീകൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. KSRTC പിങ്ക് ബസ് സർവീസ് തുടക്കം. സ്ത്രീകളുടെ സുരക്ഷാ യാത്രയ്ക്ക് മുൻഗണന. മന്ത്രി ജോൺ. പണ്ട് കാലത്തുണ്ടായിരുന്നു, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ പിങ്ക് ബസ് എന്ന് പറയുന്നത് രാത്രിയിൽ ജോലി കഴിഞ്ഞ് വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി പോകാനും ഒക്കെ ആയിട്ട്. ഇപ്പൊ അത് വീണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ പിങ്ക് ബസ്സിലാണെങ്കിൽ ഇപ്പം സ്ത്രീകൾ മാത്രമേ കയറുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം പോലീസിന് തന്നെയാണെങ്കിൽ പിങ്ക് പെട്രോളിംഗ് ഇത് തന്നെയുണ്ട്. അപ്പോൾ പിങ്ക് വണ്ടികളുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം സ്ത്രീകളുടെ സുരക്ഷയെ മുൻനിർത്തി ഇതുപോലുള്ള കാര്യങ്ങൾ പറയും. പക്ഷേ എനിക്ക് അതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതുപോലുള്ള സർവീസൊക്കെ ഇപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ അറിയാം, ട്രെയിനിലാണെങ്കിൽ ലേഡീസ് ഓൺലി കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിലും അതിലൊരു പോലീസ് ഓഫീസർ എപ്പോഴും ഡ്യൂട്ടിയിലുണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിലൊക്കെ ഒരു നല്ല ഒരു ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഒരു നല്ല ആളെ ഇതിൽ ഡ്യൂട്ടിക്ക് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമുക്കറിയാം സ്ത്രീകൾ മാത്രമുള്ളതെന്ന് പറയുമ്പോൾ അക്രമങ്ങൾ അഴിച്ചുവിടാനായിട്ട് ഒരുപാട്
ദുഷ്ടശക്തികൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ അവർക്ക് ഒരു നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കണ്ട് അതിലേക്ക് പോകണം എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു വാർത്തയിലേക്ക് വന്നാൽ ഈ നിതിൻ രാജിൻ്റെ മരണം കേരളത്തിൽ അത് മുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ സമരമൊക്കെ വന്നപ്പോൾ അല്ലേ. ഡോക്ടർ റാം അറസ്റ്റിലായിട്ടുണ്ട്. കണ്ണൂർ സബ് ജയിലിൽ 14 ദിവസത്തേക്ക് റിമാൻഡിലാണ് അദ്ദേഹം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അഞ്ചരക്കണ്ടി കണ്ണൂർ ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട മേധാവി, അതായത് ആ ഡിപ്പാർട്ട്മെന്റ് മേധാവി റാം വീണ്ടും അറസ്റ്റിലായിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് അതിൽ കുറ്റക്കാരൻ. കാരണം അദ്ദേഹമാണ്, നമുക്ക് ആ CCTV ദൃശ്യങ്ങളൊക്കെ കണ്ടറിയാം, അദ്ദേഹം വിളിച്ചു വരുത്തി അത് മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലേക്ക് അത് ജാതീയമായിട്ടാണ് അതിനെ നാണം കെടുത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിദ്യാർത്ഥി അവരെ എന്തൊക്കെ സ്വപ്നങ്ങളായിട്ടായിരിക്കും അല്ലെ, ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ മാനസികമായിട്ട് തളർത്തിയാൽ കുട്ടികളുടെ പഠനത്തെ തന്നെ അത് ബാധിക്കും. പക്ഷേ ഇവിടെ പഠനത്തെ അല്ല ബാധിച്ചാൽ ജീവിതം തന്നെയാണ് തീർന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഈ അധ്യാപകർ പറഞ്ഞാൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കുട്ടികളെ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകളാണ് അധ്യാപകർ. കാരണം നമ്മൾ വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒരു കുട്ടി, വളർന്നു വരുന്ന ഒരു കുട്ടി, അവന്റെ 1ാം ക്ലാസ് മുതൽ അവന്റെ ഡിഗ്രി ആയിക്കോട്ടെ ഡിപ്ലോമ ആയിക്കോട്ടെ ആ പഠനം വരെ, അതായത് ഏകദേശം ഒരു 3 വയസ്സ് മുതൽ ഒരു 19-20 വയസ്സ് വരെ ആ കുട്ടി ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് വീട്ടുകാരുടെ ഒപ്പമല്ല, അധ്യാപകരുടെ ഒപ്പമാണ്. അപ്പോൾ ആ അധ്യാപകരാണ് ആ കുട്ടിയുടെ ഭാവി തീരുമാനിക്കുന്നതും അവന് നല്ലത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും അവനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ച്, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു അധ്യാപകന്റെ കടമ തന്നെയാണ്. ആ കടമ നിർവഹിക്കുന്ന അധ്യാപകനാണ് ഇവിടെ വീഴ്ച വരുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെയുള്ള അധ്യാപകരാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ അധ്യാപകർക്കും പഴികേൽപ്പിക്കുന്നത്. അപ്പൊ നല്ല നല്ല അധ്യാപകർ ഉണ്ടാവട്ടെ, നല്ല നല്ല യുവതലമുറ വാർത്തെടുത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ കുരുന്നുകൾ നമ്മുടെ ഇന്ത്യയുടെ ഭാവിക്കായിട്ടുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള രീതിയിലേക്ക് ഉതകുന്ന രീതിയിലേക്കുള്ള വ്യക്തികളായി മാറാൻ, അവരുടെ സ്വഭാവത്തെ രൂപീകരിക്കാൻ ഇതുപോലെയുള്ള അധ്യാപകർക്കേ കഴിയുള്ളൂ. അപ്പോൾ ആ അധ്യാപകർ എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളിലേക്ക് പോകണം. മാതാപിതാക്കളെ പോലെ തന്നെ ആണ് ഗുരുക്കന്മാരും. തീർച്ചയായും അവര് കഴിഞ്ഞാൽ പിന്നെ ഗുരുക്കന്മാരാണ്. അറിവ് പകരേണ്ടവർ തന്നെയാണ് കുട്ടികളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് അവരെ താഴ്ത്തി പറയുന്നതും ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതൊരു വലിയ കുറ്റകൃത്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ പറയുകയാണെങ്കിൽ അതിന് പുതിയ നിയമം കൊണ്ടുവന്നിട്ട് അല്ലെ, ഒരു ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള ഒരു കേസാക്കി ഇതിനെയൊക്കെ മാറ്റണം എന്നാണ് പറയേണ്ടത്. കാരണം അത്രയ്ക്കും ഗുരുതരമായ വീഴ്ചയാണ് ഓരോ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥ ഒരിക്കലും കുറച്ച് കാണുകയല്ല. ആ നിയമം കുറച്ചുകൂടെ കർക്കശമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ നമുക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മറ്റൊരു വാർത്ത ഉള്ളിൽ പേജുകളിലേക്കൊക്കെ പോയാൽ എല്ലായിടത്തും കാണുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കാരണം ഏറ്റവും അധികം സമരത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളാണ് കേരളത്തിലുടനീളം കണ്ടുവരുന്നത്. ഇന്നലെ KSUവിൻ്റെ ബന്ധായിരുന്നു, വിദ്യാഭ്യാസ ബന്ധായിരുന്നു. ഇന്ന് SFIയുടെ വിദ്യാഭ്യാസ ബന്ധാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള കോളേജുകൾ മാത്രമേയാണ് ബന്ദ് ബാധിക്കുകയുള്ളൂ. കാരണം സ്കൂളുകളിലൊന്നും അങ്ങനെ ബാധിക്കാനായിട്ടുള്ള സ്കൂളുകളിൽ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ സ്കൂളുകളിലൊക്കെ പിള്ളേർക്ക് അവധിയാണ്. ആണല്ലേ? അപ്പോൾ ശരി. അപ്പോൾ പാർട്ടി ഉള്ള സ്കൂൾ, ഇപ്പൊ ഞങ്ങളുടെ അങ്ങോട്ടൊന്നും സ്കൂളുകളിലൊന്നും പാർട്ടി ഒന്നും അനുവദിക്കുന്നില്ല. കോളേജ് പഠിക്കുന്ന പിള്ളേർ. ശരി. ഓക്കെ. അപ്പോൾ എന്ത് തന്നെ ആയാലും സമരം കൊണ്ട് കുറെ അധികം നല്ല കാര്യങ്ങൾ നടക്കാനുണ്ട്. പക്ഷേ ഇതിനിടയിൽ കൂടെ കുറെ ആളുകൾ, ദുഷ്ടശക്തികൾ പെരുമാറുന്നത് കൊണ്ടാണ് ഈ ഇതുപോലെയുള്ള സമരങ്ങളൊക്കെ അക്രമത്തിലേക്ക് വഴിമാറുന്നത് എന്നാണ് പറയാനുള്ളത്. അടുത്ത ഒരു വാർത്തയിലേക്ക് പോയാൽ, സന്തോഷം തരുന്ന ഒരു വാർത്തയിലേക്ക് പോയാൽ, ഒരു വൈഭവ് സൂര്യവംശി വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, വൈഭവം തെളിയിച്ചിരിക്കുകയാണ്. 2020 ആദ്യ 2020യിൽ 7 വിക്കറ്റ് ജയം. ശ്രേയസ് ക്യാപ്റ്റൻസിയിൽ ആദ്യത്തേതാണ് ഈ വിജയം എന്നാണ് പറയുന്നത്. അതായത് ശ്രേയസ് ഉയർന്നു എന്നുള്ളൊരു വാർത്തയാണ്. കാത്തിരിപ്പിന് വിരാമം. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യക്ക് ആദ്യ T20 വിജയം. സിംബാബ്വെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പക്ഷേ ആ പരാജയപ്പെടുത്തിയപ്പോഴും അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. വൈഭവ് സൂര്യവംശി ഒരു റെക്കോർഡ്, അതായത് നമ്മുടെ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറെയാണ് അദ്ദേഹം മറികടന്നത്. കാരണം അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്ന പ്രായം കുറഞ്ഞ താരമായി വൈഭവ് സൂര്യവംശി മാറിയിട്ടുണ്ട്. 15-കാരനായ സൂര്യവംശി സിംബാബ്വെക്കെതിരെ 18 പന്തിലാണ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. 4 വീതം 6-ഉം 4-ഉം ഉൾപ്പെടുന്നതായിരുന്നു വൈഭവിന്റെ ഇന്നിങ്സ്. 15 വർഷവും 118 ദിവസവും മാത്രമാണ് വൈഭവിന്റെ പ്രായം. ഒന്ന് ആലോചിച്ച് നോക്കൂ. 15 വയസ്സ്. നമ്മളൊക്കെ SLC എഴുതിക്കൊണ്ട് നടക്കുന്ന പ്രായത്തിൽ അവിടെ റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മറികടന്നത് സച്ചിന്റെ റെക്കോർഡാണ്. 16 വയസ്സും സച്ചിൻ ഈ റെക്കോർഡ് നേടിയപ്പോൾ 16 വയസ്സും 213 ദിവസവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം.
ഇതാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും സച്ചിൻ്റെ പല റെക്കോർഡുകളും ബ്രേക്ക് ചെയ്യാൻ ഉതകുന്ന രീതിയിലേക്ക് ചിലപ്പം എന്ത് ചെയ്യാം, ഈ വൈഭവം മാറിയേക്കാം എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് അല്ലേ. അടുത്ത വേറൊരു വാർത്തയാണ്, ചെങ്കടൽ കപ്പലുകൾ ആക്രമിച്ച് ഹൂതികൾ, തിരിച്ചടി ഇറാന് നൽകുമെന്ന് ട്രംപ്. ചെങ്കടലിൽ സൗദി അറേബ്യയുടെ 2 എണ്ണ ടാങ്കറുകൾ ആക്രമിച്ച് യമനിലെ ഹൂതി വിമതർ. ഈ ഹോർമൂസ് കടലിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഹോർമൂസിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഗ്യാസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് ഇവിടെ വില കൂടും, പാചകവാതകത്തിന് വില കൂടിയാൽ ഹോട്ടലുകളിലെ സാധനങ്ങൾക്ക് വില കൂടും, നമുക്ക് നിക്കക്കള്ളി ഇല്ലാതാകും. ഇപ്പോൾ എണ്ണവില വീണ്ടും $100 എത്തി നിൽക്കുകയാണെന്നുള്ളൊരു വാർത്തയാണ് അടുത്ത് വരുന്നത്. ഈ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വീണ്ടും കുതിക്കുന്നു. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്കായ ബ്രെന്റ് ക്രൂഡ് ഓയിലിന് വില വീണ്ടും $100 തൊട്ടടുത്തെത്തി നിൽക്കുകയാണ്. വ്യാഴാഴ്ച വീപ്പയ്ക്ക് $99.60 വ്യാപാരം പുരോഗമിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യയിൽ എന്ത് ചെയ്യും, ഇന്ധനവില കൂടും. ഇന്ധനവില കൂടിയാൽ എന്ത് ചെയ്യും, ഗ്യാസിൻ്റെ വില കൂടും. ഗ്യാസിൻ്റെ വില കൂടിയാൽ എന്ത് ചെയ്യും, സാധനങ്ങൾക്കൊക്കെ തീവിലയാകും. അതായത് നമ്മൾ ഹോട്ടലുകളിൽ പോയി കഴിക്കുമ്പോൾ അതിന് തീവിലയാകും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതുവരെ ഒരു പരിഹാരം, യുദ്ധം നിർത്തിയെന്ന് പറയുമ്പോഴും വീണ്ടും ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലത്ത് പോകുമ്പോട്ട് ഈ യുദ്ധം കൂട്ടിക്കൊണ്ട് വരുവാണ്. എണ്ണവില കൂടാൻ കാരണം ഹോർമോസിലൂടെ പോകുന്ന ചരക്ക് കപ്പലും എണ്ണക്കപ്പലുകളും ഒക്കെ ഇപ്പം 130 ആയിരുന്നു മുൻപ് പൊക്കോണ്ടിരുന്നത്. ഇപ്പം 24 മണിക്കൂറിൽ 9 എണ്ണം മാത്രമേ പോകുന്നുള്ളൂ. അതാണ് ഏറ്റവും കൂടുതലും ഇത്രയും കൂടാനുള്ളതിന്റെ ഏറ്റവും മെയിൻ. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ഒരു 5 കപ്പൽ വരണമെങ്കിൽ ചിലപ്പോൾ അതിൽ 1 കപ്പൽ മാത്രമേ വരുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ധനക്ഷാമം ഉണ്ടാകും. അത് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് കൂടി, കാരണം ഇന്ത്യക്കാരൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഒരാൾ കൊല്ലപ്പെട്ടതാണ് അവിടെ. അപ്പോൾ ആ യുദ്ധം നടക്കുന്ന ഇടയിൽ കൂടി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ അതിനുള്ള ബദൽ മാർഗങ്ങളൊക്കെ ഇന്ത്യ സ്വീകരിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തായാലും സോളാർ എന്നൊക്കെ പറയുന്ന പദ്ധതി ഇപ്പൊ എല്ലാ വീടുകളിലും ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പരിധി വരെ കറണ്ടിനും അതുപോലെ തന്നെ എല്ലാത്തിനും ഉപയോഗിക്കാം. ഇപ്പൊ സോളാർ വെച്ചാൽ തന്നെ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ഗ്യാസിന് ഗ്യാസ് തന്നെ വേണം, അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ അതിനൊക്കെ അത് തന്നെ വേണം. അതിനൊരു ബദൽ മാർഗം ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ EV കാറുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെയൊക്കെ ആശ്രയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരങ്ങളൊക്കെ കാണാനായിട്ട് നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് അറിയാം. എന്നിരുന്നാലും നമുക്ക് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ എന്തായാലും അതിനുള്ള പരിഹാരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് കാണട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്രൂഡ് ഓയിൽ വിലയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഹോട്ടൽ ഭക്ഷണത്തിന് നല്ല ചെലവാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തലക്കെട്ടോട് കൂടിയിട്ടുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 3 നേരം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ദിവസേന 80 മുതൽ 140 രൂപ വരെ അധിക ചെലവ് ഉണ്ടായിരിക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാചകവാതക വില വർധനയ്ക്ക് പുറമെ അവശ്യ സാധനങ്ങൾക്ക് വില കൂടിയതോടെ ഹോട്ടൽ ഭക്ഷണത്തിനും ചിലവേറുന്നു. ചായ മുതൽ ബിരിയാണിക്ക് വരെ വില കൂടുതൽ നൽകേണ്ട സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചായക്കും കടികൾക്കും 2 രൂപ മുതൽ 3 രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 15 രൂപയ്ക്കാണ് പല സ്ഥലത്തും ഒരു ഗ്ലാസ് ചായക്ക് ഇപ്പോൾ മേടിക്കുന്നത്. ബിരിയാണിക്കും ഊണിനും 10 രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 90% പച്ചക്കറികൾക്കും വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധിയിലാണ് ഹോട്ടൽ മേഖല എന്നാണ്. മിക്ക ഹോട്ടലുകളും അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേയധികം ഹോട്ടലുകൾ ഈ പാചകവാതക ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് അടച്ചിട്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ ക്രൂഡ് ഓയിൽ വില വർധനയാണ് ഇതിനെല്ലാം കാരണം. അതുമാത്രമല്ല, പച്ചക്കറിക്കെല്ലാം വില കൂടി. പുറത്തുള്ള അന്യ സംസ്ഥാനത്ത് നിന്ന് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ കേരളത്തിലേക്ക് വരാൻ. അവിടെയും 90% പച്ചക്കറികൾക്കും വില കൂടിയപ്പോൾ അത് ഇടനിലക്കാരാണ് ഇതിന് ഏറ്റവും കൂടുതൽ വില കൂട്ടുന്നത്. അപ്പോൾ ആ കൂട്ടി ഇവിടെ എത്തുമ്പോൾ നമുക്ക് മേടിക്കാനുള്ള സാഹചര്യം കുറയുന്നു, നമ്മൾ പച്ചക്കറിയിൽ നിന്ന് മാറുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ചിക്കൻ്റെ വിലയും കൂടിക്കൊണ്ട് വരികയാണ്. ചിക്കൻ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, എല്ലാം നോൺ വെജ് ആയിക്കോട്ടെ, വെജ് ആയിക്കോട്ടെ, എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉയരാത്തത് എന്താണ്? നമ്മുടെ കൂലി മാത്രം, അല്ലെങ്കിൽ പണിയെടുക്കുന്നതിൻ്റെ കൂലി മാത്രം, ശമ്പളം മാത്രം ഉയരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് എല്ലാവരും നേരിടുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരമൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് പറയാനുള്ളത് അല്ലേ. അടുത്തൊരു വാർത്തയാണ്, അർജന്റീനയെ ലോകകപ്പിൽ നിന്ന് വിലക്കണമെന്ന് ഹർജിയിൽ ഒപ്പിട്ടത് 23 മില്യൺ പേര്. ആലോചിച്ച് നോക്ക്, 23 മില്യൺ ആൾക്കാർ. അത് അർജന്റീനയിൽ തന്നെ ഉള്ളവർ കുറേ പേരുണ്ടെന്ന് തോന്നുന്നു. അത് അർജന്റീനയിൽ 2 വർഷമുണ്ട്. അതായത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പം ലോകകപ്പ് നേടാൻ പറ്റിയില്ല, അർജന്റീനയ്ക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടിൽ തന്നെ കിടന്നൊരു കയ്യാങ്കളിയൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് അർജന്റീനയെ വിലക്കണമെന്ന് പറഞ്ഞ് ഇത്രയും അധികം ആളുകൾ ഒപ്പുചേർന്ന് നടത്തിയത്. എന്നാൽ വേറൊരു വശം കൂടി പറയുന്നത്, വേറൊരു വശം എന്നല്ല, അർജന്റീന ഉള്ളവർ പറയുന്നത് ഇത് ശരിക്കും ഫിഫ
തീരുമാനിച്ചുറപ്പിച്ചു അർജന്റീനയ്ക്ക് കൊടുക്കല്ല അല്ലെങ്കിൽ അർജന്റീന കപ്പെടുക്കരുത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ മത്സരം നടന്നത്, അല്ലെങ്കിൽ മെസ്സി ഇങ്ങനെയല്ല കളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഈ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതോടൊപ്പം തന്നെ വേറെ ഭീമകർജി ആളുകൾ ഒപ്പിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നടത്തണമെന്ന് പറയും. അതൊരിക്കലും നടക്കാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് ആ ചുരുൾ അഴിഞ്ഞെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് കിട്ടുകയുള്ളൂ. എന്തായാലും കപ്പ് സ്പെയിനാണ് ഈ വർഷത്തെ വേൾഡ് കപ്പ് നേടിയിരിക്കുന്നത്. അവർക്ക് എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊരു സൗഹൃദപരമായ മത്സരങ്ങളായിട്ട് നടക്കട്ടെ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ ഒരിക്കലും ഒരു വഴക്കിലേക്ക് പോയിട്ട് അതൊരു യുദ്ധത്തിലേക്ക് എത്താതിരിക്കാനായിട്ട് ഇതുപോലെയുള്ള മത്സരങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. സൗഹൃദപരമായ മത്സരങ്ങൾ എപ്പോഴും കായിക മത്സരം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷവും നമുക്കൊരു എനർജിയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെയുള്ള മത്സരങ്ങളായിക്കോട്ടെ, ഇതുപോലെയുള്ള ഇപ്പോൾ നമ്മൾ കണ്ടുപോലെ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന സമരങ്ങളായിക്കോട്ടെ, സമാധാനപരമായിട്ടുള്ള ഏതൊരു കാര്യത്തിനും ജനങ്ങളെല്ലാവരും ഒപ്പം നിൽക്കും. എല്ലാ ആളുകളും ഒന്നിച്ചിറങ്ങും. ആ ആളുകൾ ഒന്നിച്ചിറങ്ങുമ്പോൾ ആ സമരം വിജയം കാണും, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി വിജയം കാണും. എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പത്രവാർത്താസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.